ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഓൾ എന്നുള്ള ഓപ്ഷനോടെയും ഉണ്ട്, അതുകൂടെയും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഈത്തപ്പഴമാണ്. ഈ ഈത്തപ്പഴം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ളതാണ്. അതായത് ഭയങ്കര നമ്മൾ ഞെക്കി നീങ്ങുന്ന പോലും ഇല്ലാത്തൊരു ഇതാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഈത്തപ്പഴമാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുന്നേ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കുക. അഥവാ പെട്ടെന്ന് അലിയുന്ന ടൈപ്പ്, അതായത് നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടാവും. അതാണെങ്കിൽ നമ്മൾ ആ ജ്യൂസ് അടിക്കുമ്പോൾ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതാകുമ്പോൾ ഒരു 3-4 മണിക്കൂർ ഇട്ടാൽ അത് കുതിർന്ന് വരും. അല്ലെങ്കിൽ അത് നമ്മൾ അപ്പം തന്നെ ഇട്ട് അടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുതിർത്ത് വെക്കാൻ പറഞ്ഞത്. കുതിർത്ത് വെക്കുമ്പോൾ കഴുകിയിട്ട് നല്ല ഫ്രഷ് വാട്ടറിൽ വേണം കുതിർത്ത് വെക്കാൻ. അപ്പോൾ കുറച്ച് വാട്ടറിൽ കുതിർത്ത് വെക്കുമ്പോൾ അതിൻ്റെ വിറ്റാമിനൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളത്തിൽ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കുക. ഞാനിപ്പോൾ അത് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ജാർ എടുത്തിട്ട് ഈ കുതിർത്ത് വെച്ച ഈത്തപ്പഴം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയൊരു മുക്കാൽ ഗ്ലാസ് പാലുണ്ട്, നല്ല കട്ടിപ്പാലാണ്. അത് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം തണുപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 6 കാഷ്യൂനട്ടാണ് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് ബദാം വേണമെങ്കിൽ ബദാം ഇട്ട് കൊടുക്കുക. ബദാം ഇല്ലെങ്കിൽ കാഷ്യൂനട്ടോ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ഇട്ടിട്ട് കൊടുത്തത്. ഈത്തപ്പഴം നമ്മളെ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്താണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡെയിലി 2 എണ്ണം വെച്ചേ കഴിക്കാൻ പാടുള്ളൂ. ഷുഗർ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു 4 എണ്ണം 5 എണ്ണമൊക്കെ വെച്ച് ഒരു ദിവസം കഴിക്കാം. 5 എണ്ണം വരെ കഴിക്കാം കേട്ടോ. ഇനി ജ്യൂസിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ് പറ്റുന്നവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചുമ, ജലദോഷം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഇപ്പോൾ ഈത്തപ്പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ജ്യൂസാക്കി കൊടുക്കുക. അവർക്കൊക്കെ ബ്ലഡ് ഉണ്ടാവാനാണെങ്കിലും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് നല്ല, വലിയവർക്കാണെങ്കിലും സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് വരും. അത് നമ്മൾ ഡെയിലി കുടിക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ വീക്കിൽ ഒരു 3 ടൈംസോ 4 ടൈംസോ പോലും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്ത് ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഇത്ര നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.